ശ്രീ ബിനു കിരിയത്ത്, ഇത് എന്തുകൊണ്ടാണ് സിനിമാ മേഖലയിൽ സാധ്യമാകാത്തത് എന്നതാണ് വലിയ ഉയരുന്ന ഒരു ചോദ്യം. ഈ വിൻസി അലോഷ്യസ് ഇക്കാര്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഷൈൻ ടോം ചാക്കോയുടെ കാര്യത്തിലൊന്നും ഒരു നടപടി പോലും ഉണ്ടാകാൻ സാധ്യതയില്ലായിരുന്നല്ലോ. അതുപോലെ തന്നെ ഇന്ന് നല്ല സംവിധായകരാണ് രണ്ടുപേരും. ഖാലിദ് റഹ്മാന്റെ ആലപ്പുഴ ജിംഖാന ഇങ്ങനെ തിയേറ്ററുകളിൽ നിറഞ്ഞോടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെയാണ് അഷ്റം ഹംസയുടെ സിനിമകളൊക്കെ തന്നെയും. ഇവരൊക്കെ ഇങ്ങനെ പെട്ടുപോകുന്നതാണ് എന്നതാണ് വലിയൊരു വിരോധാഭാസം ഇക്കാര്യത്തിൽ. ഷൈൻ ടോം ചാക്കോയുടെ കാര്യത്തിൽ സംവിധായകൻ കമൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ ഷൈന് ഒരു ദുശീലവും ഉണ്ടായിരുന്നില്ല, ഒരു ദുർനടപ്പും ഉണ്ടായിരുന്നില്ല. പക്ഷേ സിനിമയിലെത്തിയപ്പോൾ എന്താണ് അവിടെ വന്ന മാറ്റം? ഒപ്പം ഈ സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ സിനിമാ മേഖല തന്നെ നിശ്ചലമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അതായത് ഈ സിനിമ, മലയാള സിനിമ ഈ ലഹരിയില്ലാതെ ഒരടി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നേർസാക്ഷ്യമാണ് കമലിനെ പോലുള്ളവർ പോലും ഉയർത്തുന്നത്. ഇവിടെ രണ്ട് സംവിധായകരും നല്ല സംവിധായകരാണ്. ഷൈൻ ടോം ചാക്കോ നല്ല നടനാണ്. അതുകൊണ്ട് തന്നെയാണ് എന്നെ പോലെയുള്ളവർ ചർച്ചയ്ക്ക് വരുന്നത്. അവരോടുള്ള സ്നേഹം കൊണ്ടാണ്. അവർ നമ്മുടെ ശത്രുവല്ല. അവരുടെ ജീവിതമാർഗം, അവർ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ ചർച്ചയ്ക്ക് വരുന്നത്. എപ്പോഴും ഞാൻ വിചാരിക്കും, പലരും എന്നെ പല ചാനലിൽ നിന്നും വിളിക്കുമ്പോൾ പറയും, അയ്യോ മറ്റുള്ളവരാരും വരുന്നില്ല. എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ വരണം. സത്യം തുറന്നു പറയാൻ എന്തിനാണ് ഭയക്കുന്നത്? ഇവിടെ 85-കാരന് നാളെ എനിക്ക് ഇയാളെങ്ങാനും ഒരു ഡേറ്റ് തന്നാലോ എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുന്നു. എന്തൊരു വിരോധാഭാസമാണ്. നമുക്ക് വിധിച്ചത് നമുക്ക് വരും. സ്നേഹം കൊണ്ട് അവരെ നേർവഴിക്ക് നയിക്കാൻ എനിക്ക് സാധിച്ചാൽ അതാണ് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മറിഞ്ഞു നിന്നിട്ട് എന്ത് ചെയ്യും? സിനിമയിൽ നിന്ന് ആരും പ്രതികരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ ഞാൻ പറയുന്നത്, ഈ ഷൈൻ ടോം ചാക്കോയുടെ കാര്യത്തിൽ ഒരു സൂപ്പർ സ്റ്റാർസും പ്രതികരിച്ച് കണ്ടില്ല. സംവിധായകരുടെ കാര്യത്തിൽ സിബി മലയിൽ ഇപ്പോൾ പറഞ്ഞു എന്ന് പറയുന്നു. സുരേഷ് കുമാർ അതിശക്തമായി പറഞ്ഞു നിർമ്മാതാക്കളുടെ സൈഡിൽ നിന്ന്. ഞാൻ പറയുന്നത്, ഇവർ ഈ പറയുന്നതൊക്കെ ഇവർ ശത്രുവായിട്ട് കാണണമെങ്കിൽ ശത്രുവായി കണ്ടോട്ടെ എന്ന് വിചാരിക്കണം. നമ്മൾ നേർവഴിക്ക് നയിക്കാൻ വേണ്ടിയാണ് പറയുന്നത്, ഒരാളെ നന്നാക്കാനല്ല. ഒരു ഇൻഡസ്ട്രിക്ക് ചീത്തപ്പേരുണ്ടായാൽ അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് ഓരോരുത്തരും വിചാരിച്ചാൽ തീർച്ചയായിട്ടും ഇത് മാറ്റിയെടുക്കാൻ പറ്റും. ഇനി പണ്ടൊക്കെ നമ്മൾ സിനിമയിൽ എഗ്രിമെന്റ് നമ്മളൊക്കെ കൊടുക്കുന്നത് എങ്ങനെയാണ്? ഇത്ര രൂപയ്ക്ക് ഞാൻ തിരക്കഥ എഴുതിക്കോളാം, ഇത്ര സ്ഥലത്ത് സ്ക്രിപ്റ്റ് കൊടുക്കാം. ഇനി അങ്ങനെ പോരാ. ഈ സിനിമ തീരുന്നവരെ ഞാൻ ലഹരി ഉപയോഗിക്കുകയില്ലാതും, അഥവാ ഞാൻ മറ്റുള്ളവർ ഉപയോഗിക്കുന്നത് കണ്ടാൽ ഞാനത് വിടേണ്ടവരെ അറിയിക്കും എന്നും കൂടെ ഒരു എഗ്രിമെന്റ് ഇനി വയ്ക്കണം. ഞാൻ ലഹരി ഉപയോഗിക്കില്ല. കാരണം നിർമ്മാതാവിന്റെ പൈസയാണ് അവിടെ നഷ്ടപ്പെടുന്നത് ഞാൻ ലഹരി ഉപയോഗിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ. അപ്പോൾ അതും കൂടെ ഇനി ക്ലോസ് വയ്ക്കുക. ഇതിനകത്ത് ഞാൻ ഒരു ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നത് ആ സിനിമയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നതല്ല എന്നും കൂടെ എഴുതി വാങ്ങിച്ചാൽ ഇനി സിനിമ ചെയ്യാൻ പറ്റും. ഇത് വലിയ കഷ്ടമാണിത്. നല്ല രണ്ട് സംവിധായകരല്ലേ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ തല്ലുമാലയൊക്കെ ഞാൻ കണ്ടിട്ട് ഞാൻ വിചാരിക്കുകയായിരുന്നു, ഇത് ജീവിതമാണെന്ന് നിങ്ങൾ വിചാരിച്ചു നോക്കൂ. നിങ്ങളുടെ അന്നമല്ല, ഒരുപാട് പേരുടെ അന്നമാണ് നിങ്ങളുടെ കയ്യിൽ, സംവിധായകരുടെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കണം, തെറ്റ് പറ്റിയെങ്കിൽ നിങ്ങൾക്ക് ഇനിയും മാറ്റാൻ സമയമുണ്ട്. ശിക്ഷിക്കപ്പെടണം, അത് വേണം, അത് നിർബന്ധമാണ്. ആ ചെറിയ ശിക്ഷയിലൂടെ അവർ നന്നായി വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പക്ഷേ രാഹുൽ ഈശ്വർ ചൂണ്ടിക്കാണിച്ചതുപോലെ അവർ പോലീസിനെ നോക്കി ഇതെല്ലാം എന്താണ് എന്നുള്ള തരത്തിലൊക്കെ അവരുടെ ഒരു പ്രതികരണം നമ്മൾ കണ്ടതാണ്. അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് പോലും ഇതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ശരീരഭാഷയാണ് ഈ രണ്ട് സംവിധായകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്.